എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫൈസി. ഇന്ന് ഈ വീഡിയോയിൽ 3 പുസ്തകങ്ങൾ കാണിക്കാം. ഒന്ന് ഹൈപ്പർ ഫോക്കസ് എന്ന ഈ ഒരു പുസ്തകം, അടുത്തത് മേക്ക് യുവർ ബെഡ് എന്ന ഈ ഒരു പുസ്തകം, അടുത്തത് ഉറവിടം ദ സോഴ്സ് എന്ന ഈ ഒരു പുസ്തകം. ഇന്ന് ഈ വീഡിയോയിൽ ഈ പുസ്തകത്തെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. ഡോക്ടർ താര സ്വാട്ട് ആണ് ഇതിൻ്റെ ഓതർ. ന്യൂറോ സയൻറ്റിസ്റ്റാണ്, മുൻ സീനിയർ പ്രൊഫസർ കൂടിയാണ്. നമുക്ക് കൂടുതലായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടാം. അതിനു മുൻപായിട്ട് ഇന്ന് 3 കാര്യങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള 72ാമത്തെ പേജിൽ വരുന്ന ദ പീപ്പിൾ ട്രീ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. അടുത്തത്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. പുസ്തകം വായിക്കുന്ന അല്ലെങ്കിൽ പുസ്തകത്തെ സ്നേഹിക്കുന്ന അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, മിഷൻ 21 ഡേയ്സ് എന്നൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. എന്നാൽ നമുക്ക് ഉറവിടം എന്ന ഈ പുസ്തകത്തിലേക്ക് കടക്കാം. മുൻപ് സൂചിപ്പിച്ച പോലെ ഡോക്ടർ താര സ്വാട്ടാണ് ഇതിൻ്റെ ഓതർ. ന്യൂറോ സയൻറ്റിസ്റ്റാണ്, മുൻ സൈക്യാട്രിക് ഡോക്ടറാണ്, സീനിയർ ലെക്ചറുമാണ്. ദ സോഴ്സ് എന്ന ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, പല ആളുകളും ദ സീക്രട്ട് എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടാകും, നിങ്ങളും വായിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ അതിലൂടെ പലതും, ലോ ഓഫ് അട്രാക്ഷനിലൂടെ പലതും നേടിയിട്ടുണ്ടാകും. പല ആളുകളും പരാജയപ്പെട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷനിൽ ആളുകൾ പരാജയപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. കാരണം ഡോക്ടർ താര സ്വാട്ട് ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് ആധികാരികമായ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനർത്ഥം ഏറ്റവും നല്ലൊരു പുസ്തകം ദ സോഴ്സ് ആണ് എന്നല്ല, അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂടി ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള രഹസ്യം വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ മസ്തിഷ്കത്തെ ഉണർത്തുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ലഭിച്ച ഈ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടാനും പുതിയ ശീലങ്ങൾ കൊണ്ടുവരാനും ആത്മവിശ്വാസമുള്ള വ്യക്തിയാകാനും നിങ്ങളെ സഹായിക്കുന്നു. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ശാസ്ത്രവും ആത്മീയതയും ആകർഷണ നിയമത്തിൻ്റെയും വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണത്തിൻ്റെയും പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ഇലാസ്റ്റിക് ബ്രെയിൻ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ചും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന രീതിയെ എങ്ങനെ മാറ്റാമെന്നും കുറേ പ്രാക്ടീസുകളും അനുഭവ കഥകളും ഓട്ടോ പൈലറ്റ് മോഡിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം വിധിയെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നും നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിലെ 72ാമത്തെ പേജിൽ ദ പീപ്പിൾ ട്രീ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ആളുകളുമായി കൂട്ടുകൂടുന്നുണ്ട്, ഒരുപാട് ആളുകളുമായി ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൂട്ടുകൂടാറുണ്ട്. എങ്ങനെയുള്ള ആളുകളാണ് അവർ? ചില ആളുകൾ പോസിറ്റീവായിരിക്കും, ചില ആളുകൾ നെഗറ്റീവായിരിക്കാം. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും? എല്ലാ ദിവസങ്ങളിലും അവർ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടാറില്ല. ഈ പുസ്തകത്തിൽ പറയുന്നൊരു പ്രാക്ടീസ് ഇതാണ്. നിങ്ങളുടെ ഡയറിയിൽ ഒരു മരം വരയ്ക്കുക. ആ മരത്തിന് 5 ശാഖകൾ ഉണ്ടാകണം. ഓരോ ശാഖയിലും നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട 5 പേരുടെ പേരെഴുതി വയ്ക്കുക എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഓരോ ശാഖയുടെയും ഭാഗത്തായിട്ട് നിങ്ങൾ ആരോ മാർക്ക് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് താഴെ ABCD എന്ന നമ്പർ കൊടുത്തുകൊണ്ട് ഓരോ ആളുകളുടെയും സ്വഭാവം, അത് പോസിറ്റീവായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കാം, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അവരിൽ നിന്നും എന്താണോ മനസ്സിലാക്കാൻ സാധിച്ചത് അതിനെ നിങ്ങളവിടെ എഴുതുക. ഒരു പക്ഷേ അതിൽ നിന്നും 1-2 പേരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തൽക്കാലം വിജയിക്കുന്നത് വരെയെങ്കിലും ഒഴിവാക്കി നിർത്തേണ്ടി വരും. ചില ആളുകളെ നമ്മൾ ഒരു തരത്തിലും മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ കൊടുത്തിട്ട് ഞാൻ വളരെ എളുപ്പത്തിൽ നിങ്ങളുമായിട്ട് വായിച്ച കാര്യം പങ്കുവച്ചു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ വിഷ്വലൈസേഷനെ കുറിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. തലച്ചോറിൻ്റെ കാര്യങ്ങൾ, നാഡീ സംബന്ധമായ പാതകൾ എങ്ങനെ പുനഃക്രമീകരിക്കാം,
വികാരങ്ങളുടെ കാരുണ്യത്തിൽ ജീവിക്കരുത്, സ്വയം അറിയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സെൽഫ് ടോക്ക്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ആക്ഷൻ ബോർഡ് തയ്യാറാക്കുന്നത് എങ്ങനെ, പലരും ആക്ഷൻ ബോർഡ് എന്ന് പറയും, ചില ആളുകൾ വിഷൻ ബോർഡ് എന്ന് പറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ, കേന്ദ്രീകരിച്ച ശ്രദ്ധ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പ്രവർത്തനത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വിഷയമാണ്, 14ാമത്തെ അധ്യായത്തിൽ വരുന്നതാണ്. ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ പുസ്തകം അയച്ചു തരാം. നമ്മുടെ ഒരു സൈറ്റ് ഉണ്ട്, ഡ്രീം ഏഷ്യ ഓൺലൈൻ ബുക്ക് സ്റ്റോർ എന്നാണ്. കുറേ കാലമായിട്ടത് വർക്കിംഗ് അല്ലായിരുന്നു, ഇപ്പോൾ അത് വീണ്ടും വർക്കായി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. ഇനി അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റിൽ നിങ്ങളൊന്ന് എഴുതി ചേർക്കുക. കാരണം കുറേ കമൻറ്റ്സ് വന്നാൽ മാത്രമാണ് വീഡിയോ മറ്റുള്ളവരിലേക്ക് സജഷനായിട്ട് പോകുകയുള്ളൂ. അല്ലെങ്കിൽ ആ വീഡിയോ മറ്റുള്ള ആരിലും പോകില്ല, കുറച്ച് പേര് മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഒരുപാട് നല്ല നല്ല വായനക്കാർ അതിലുണ്ട്. തീർച്ചയായും നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി കണ്ടില്ലെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്കതിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാമുണ്ട്, റീഡിസൈൻ നൗ എന്ന് പറഞ്ഞിട്ട്. ഇത് മിഷൻ 21 ഡേയ്സ് എന്ന് പറഞ്ഞ് ആളുകളുടെ ഹാബിറ്റ്, പല ആളുകളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും വായിച്ചിട്ടും ഉണ്ടാകും. എന്ത് ചെയ്യണം എന്നവർക്കറിയാം, എങ്ങനെ ചെയ്യണം എന്നറിയില്ല. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ പോലും എങ്ങനെ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അവർക്ക് അവരുടെ കൂടെ ഒരു കോച്ചായി നിന്നുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ 21 ദിവസത്തേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് രസകരമായ ലളിതമായ ടാസ്കുകൾ ചെയ്യിപ്പിച്ച് അവരിൽ ഒരു മാറ്റമുണ്ടാക്കുന്ന രീതിയിലൊരു കോഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാനും ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അടുത്ത വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വേറെയും 2 പുസ്തകങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, പിന്നെ കാണിച്ചൊരു പുസ്തകമാണ് മേക്ക് യുവർ ബെഡ് എന്നൊരു പുസ്തകം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോയും ചെയ്യാം. അതുപോലെ ഹൈപ്പർ ഫോക്കസ് ക്രിസ് ബെയ്ലി എന്നാണ് ഇതിൻ്റെ എഴുത്തുകാരൻ്റെ പേര്. തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങളും അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.